നമുക്ക് ഈ ഒരു പെൺകുട്ടിന്റെ ഈ ഒരു ഫേസിൽ ജോക്കറിന്റെ ഈ ഒരു എഫക്ട് എങ്ങനെ കൊടുക്കുന്നതെന്ന് വേഗം നോക്കിയാലോ. ഹലോ ഡിസൈനർ, ദിസ് ഈസ് ദ ഡേ 21 ഓഫ് 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. ഇതാണ് നമ്മുടെ ഇമേജ്. ഈ ഇമേജിലാണ് നമുക്ക് ആ ഒരു എഫക്ട് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ വൈബ്രൻസിലേക്ക് പോയി വൈബ്രൻസ് എടുത്തു. വൈബ്രൻസിൽ ഞാൻ സാച്ചുറേഷൻ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് ഇൻവെർട്ട് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് തന്നെ ഇവിടെ ഡ്രോ ചെയ്യരുത്, ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ബ്രഷ് ടൂളിലേക്ക് വരിക. ബ്രഷിൽ ഞാൻ വെറ്റ് മീഡിയ ബ്രഷിന്റെ അണ്ടറിൽ ഞാൻ ഈ ഒരു ബ്രഷാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ബ്രഷാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഇച്ചിരി ഒന്ന് സൈസ് വലുതാക്കിയിട്ട് ഞാനിവിടെ ഡ്രോ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു കളറിലേക്കുള്ള ഒരു എഫക്റ്റ് എനിക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത ഹ്യൂ സാച്ചുറേഷൻ്റെ ഒരു എഫക്റ്റ് ഇതിന്റെ മേളിൽ ഞാൻ ആഡ് ചെയ്തു. എങ്ങനെ കാണിച്ചാൽ ഹ്യൂ സാച്ചുറേഷന്റെ അടുത്തൊരു എഫക്റ്റ് ഞാൻ ആഡ് ചെയ്തു. അതിൽ ഞാൻ കളറൈസ് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് റെഡിലേക്ക് ഒരു റെഡ് കളറിന്റെ ഒരു ടോൺ ഞാൻ പിടിച്ചു. റെഡ് ടോൺ പിടിച്ചിട്ട് എഗൈൻ അതിനെ ഇൻവെർട്ട് ചെയ്തിട്ട് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഞാൻ ഈ ചുണ്ടിന്റെ അവിടെ നമുക്ക് ആ ഒരു ജോക്കറിന്റെ ഒരു എഫക്റ്റ് വരണമല്ലോ. അതിനുശേഷം ഞാൻ എഗൈൻ അടുത്തൊരു ഹ്യൂ സാച്ചുറേഷൻ എടുത്തിട്ട് ഡാർക്കർ സൈഡിലേക്ക് ഞാൻ കൊടുത്തു. അഗൈൻ ഇച്ചിരിയും കൂടെ ലൈറ്റ്നെസ് കുറഞ്ഞ ആ ഒരു സൈഡിലേക്ക് കൊടുത്തിട്ട് അഗൈൻ ഞാനൊന്ന് ഇൻവെർട്ട് ചെയ്തു. എന്നിട്ട് അഗൈൻ ഞാൻ ബ്രഷ് ടൂൾ എടുത്തിട്ട് വരയ്ക്കാം. ഇത് സൂക്ഷിച്ച് ചെയ്യണം, കാരണം സൂക്ഷിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ മിസ്സാവും. ഇത് സൂക്ഷിച്ച് ക്ഷമയോടെ ചെയ്യാന്നുള്ളതാണ്. യെസ്, അപ്പം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഇഗൈൻ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. അപ്പോൾ ഒരു ജോക്കറിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.